ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നാട്ടിലെ മഴയൊക്കെ മാറിയല്ല. ഇവിടെ അത്യാവശ്യം നല്ല ചൂടാണ്. ഞങ്ങളുള്ളത് ഒമാനിലാണ്. ഇവിടെ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി ഈ വർഷം നല്ല ചൂട് കൂടുതലാണ്. ഞങ്ങൾ അന്നേരം ഇന്നത്തെ ഉച്ചഭക്ഷണമൊക്കെ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതി. ഇന്നത്തെ ലഞ്ചൊക്കെ റെഡിയായി. വലുതായിട്ടൊന്നും ഇല്ല. ചോറും പിന്നെ ക്യാരറ്റ് തോരന്, ചമ്മന്തി, പിന്നെ സലാഡ് ഉണ്ടാക്കി. സലാഡ് എന്ന് പറയുമ്പോൾ തക്കാളിയും സവാളയും പച്ചമുളകും തൈരും ചേർത്ത സലാഡ്. എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതുണ്ടാക്കി. പിന്നെ മുട്ട പൊരിച്ചത്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഊണ് കുശാലാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ റെഡി ആയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കഴിച്ചാൽ മതി. എൻ്റെ സൗണ്ടിനൊക്കെ ചെറിയ രീതിയിലുള്ള അടപ്പമുണ്ട്, കാരണം നല്ല പനിയായിട്ടിരിക്കുകയായിരുന്നു. അടുത്ത ആമിക്കുഞ്ഞ് എത്തിയിട്ടുണ്ടല്ലോ. എൻ്റെ പനി ഇത് ആമിക്കുഞ്ഞിനും പിടിച്ചിട്ടുണ്ട്. ആമിക്കുഞ്ഞിന് ചെറിയ ചൂട് രാവിലെ തൊണ്ട് ഞാൻ മരുന്ന് കൊടുത്ത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നായിരുന്നു. അത് തീർന്നപ്പോൾ പിന്നെ നാട്ടിൽ നിന്ന് ആര് വന്നാലും ഞാൻ ആമിക്കുഞ്ഞിനുള്ള മരുന്ന് വരുത്തിക്കും. ആ മരുന്ന് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ചൂട് കുറയണ്ടാണ്. ഇന്ന് ചെറിയ ക്ഷീണമുണ്ട് ആളിന്. പനി ആയതുകൊണ്ട് ആമിക്കുഞ്ഞിനൊരു ഇച്ചിരി നിർബന്ധമൊക്കെ ഉണ്ട്. ഇടയ്ക്കൊന്ന് എടുക്കണം. പിന്നെ അടുത്ത കളിക്കാൻ പോകും. കുറച്ച് സമയം കഴിയുമ്പോൾ പിന്നെ ഓടി വരും എടുക്കാനെന്ന് പറഞ്ഞ്. ആളിന് കുറച്ച് അവധി കിട്ടിയാൽ പിന്നെ അടുത്ത് അടങ്ങിയിരിക്കുന്ന ഒരു പണിയൊന്നും ഞങ്ങൾക്കില്ല. കുറച്ച് അവധി കിട്ടി ഞങ്ങൾ പിന്നെയും കുരുത്തക്കേട് കാണിക്കാൻ തുടങ്ങും. ഉച്ചഭക്ഷണമൊക്കെ റെഡിയായി സെറ്റാക്കി വെച്ചേക്കാണ്. എല്ലാം ഇനി വൃത്തിയാക്കണം. ഇതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടോ? ഈ പാത്രമൊക്കെ കണ്ടോ? പാത്രമൊക്കെ ഇവിടെ നമുക്ക് തേങ്ങ തിരുമ്മി കിട്ടത്തില്ല, അതുപോലെ കിട്ടുന്ന പാത്രങ്ങളാണ് ഇത്. കിട്ടുന്ന പാത്രമൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. ഇങ്ങനെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ ലുലുവിലെ മാത്രമേ അങ്ങനെ തേങ്ങ നമുക്ക് ഇങ്ങനെ തിരുമ്മി കിട്ടത്തുള്ളൂ, അല്ലാതെ തേങ്ങ കിട്ടത്തുള്ളൂ. അത് ഒരു ദിവസത്തേക്കുള്ള എക്സ്പയറി ഡേറ്റിനായിരിക്കും കിട്ടുന്നത്. പിന്നെ അത് ഞാൻ ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കും. എപ്പോഴും നമുക്ക് പോയി വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഫ്രീസറിൽ 1-2 ദിവസം കൂടെ ഞാൻ ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കും. ഇങ്ങനെയാണ് നമുക്ക് തേങ്ങ ഒക്കെ ഇവിടെ കിട്ടുന്നത്. ഇത് ഞാൻ പോകുമ്പോൾ 2 എണ്ണമൊക്കെ വാങ്ങിച്ചിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ചാണ് ഉപയോഗിക്കുന്നത്. 2 ദിവസമൊക്കെ കേടുകൂടാതിരിക്കും. നല്ല ഫ്രീസറിൽ വെച്ച് കട്ടിയായിട്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് എടുത്ത് വെളിയിൽ വെക്കും. നമ്മളതിന് ഉപയോഗിക്കാറാകുമ്പോഴത്തേക്ക് ആ തണുപ്പൊക്കെ മാറി റെഡി ആയിട്ടിരിക്കും. അല്ലാത്തുള്ള തേങ്ങ ഉപയോഗിക്കും, പക്ഷേ ചിരവയുണ്ട്. അതിനകത്ത് നമ്മൾ തിരുമ്മി വരുമ്പോഴത്തേക്ക് കയ്യിലൊന്ന് മുറിക്കും. അതുകൊണ്ട് എനിക്ക് അതിലും കൂടുതൽ എളുപ്പം ഇങ്ങനെ തേങ്ങ മേടിക്കുന്നതായതുകൊണ്ട് ലുലുവിൽ പോകുന്ന സമയത്തൊക്കെ തേങ്ങ മേടിച്ചാൽ സ്റ്റോക്ക് ചെയ്യും. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ചെറിയ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഇനിയും എന്നെ പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.